അതാ ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് LSSന്റെ പരിസര പഠനത്തിന്റെ ഭാഗമായിട്ട് വന്നേക്കുന്നത്. പുതിയൊരു ചാപ്റ്ററിലേക്ക് നമ്മൾ തുടങ്ങാൻ പോവാ. അടുത്ത കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചത് ഇലകളെ പറ്റിക്കായിരുന്നു. ഇത് നമ്മൾ വേറൊരു കാര്യത്തെ പറ്റിയാണ് പഠിക്കാൻ പോണത് അല്ലെ? എന്തോ കേൾക്കുന്നുണ്ടല്ലോ. അതെയോ, എന്തോ ശബ്ദം കൊറേ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. നിനക്ക് കേൾക്കുന്നില്ല എന്തോ ശബ്ദം? എന്തിന്റെ ശബ്ദം ടീച്ചർ? അതൊക്കെ പക്ഷികളുടെ ശബ്ദമാണ്. അതെ അതെ അതെ, വളരെ വ്യത്യസ്ത തരത്തിലുള്ള പലതരത്തിലുള്ള ശബ്ദങ്ങൾ എനിക്ക് കേൾക്കാണ്ട്. പല ശബ്ദങ്ങൾ പല പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരെന്താ മക്കളെ? പക്ഷികളുടെ കൗതുക ലോകം. അതെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് പക്ഷികളുടെ കൗതുക ലോകം എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ പക്ഷികൾ പലതരത്തിലുണ്ട് അല്ലെ ടീച്ചറെ? അതെ, പലതരത്തിലുള്ള പക്ഷികളുണ്ട്. എന്തൊക്കെയാണ് പക്ഷികളുടെ പ്രത്യേകത? പലതരത്തിൽ എന്തൊക്കെ വൈവിധ്യങ്ങളാണ്, വ്യത്യാസങ്ങൾ അവർക്കുള്ളത്? വലുപ്പത്തിന്റെ വ്യത്യാസത്തിൽ പക്ഷികളുണ്ട് അല്ലെ? വലുതുണ്ട്, ചെറുതുണ്ട്. പിന്നെ തൂവലുകളില്ലേ അവർക്ക്? അത് പക്ഷികളുടെ പ്രത്യേകതയിലും അത് പക്ഷികൾക്ക് എല്ലാ പക്ഷികൾക്ക് എന്തുണ്ട്? തൂവലുകളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ വലുപ്പത്തില് പല പക്ഷികളുണ്ടെന്ന് പറഞ്ഞില്ലേ? അതേമാതിരി വേറെ എന്താ ഒരു വ്യത്യാസമുള്ള പക്ഷികൾക്ക് ടീച്ചർക്ക് എന്താ തോന്നുന്നത്? പക്ഷികൾ പറക്കുന്നവയുണ്ട്, പറക്കുന്ന പക്ഷികളുണ്ട്, പറക്കാത്ത പക്ഷികളുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേ, നിറത്തിന് വ്യത്യാസമില്ലേ? അങ്ങനെയാണ് ഞാൻ വേറൊരു കാര്യം പറയും. പക്ഷികൾ കൊക്കുണ്ട്. എല്ലാ പക്ഷികൾക്ക് എന്തുണ്ട്? നല്ല കൊക്കുണ്ട്. അതും പല വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കൊക്കുകൾക്ക് അല്ലെ? അപ്പൊ പലതരത്തിലുള്ള പക്ഷികൾ നമ്മുടെ അവിടെ ഉണ്ട്. ഇപ്പൊ വലുപ്പത്തിന്റെ വ്യത്യാസം പറഞ്ഞു, നിറത്തിന്റെ വ്യത്യാസം പറഞ്ഞു, പിന്നെ ഒരു ശബ്ദം നമ്മൾ ആദ്യം കേട്ടത് അല്ലെ? ഓരോ പക്ഷികൾക്കും വ്യത്യസ്ത തരത്തിലുള്ള ശബ്ദങ്ങളുണ്ട്. അങ്ങനെ കുറെ വ്യത്യസ്ത തരത്തിലുള്ള പക്ഷികളുണ്ട്, നമുക്ക് മനസ്സിലായി. ഇനി ഇതേമാതിരി തന്നെ ടീച്ചർ പറയുന്നത് പറക്കുന്നതുണ്ട്, പറക്കാത്തതുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പക്ഷികളുടെ പ്രത്യേകത. നല്ല ചാപ്റ്ററാട്ടത്. നമുക്ക് പക്ഷികളെ പറ്റി ഇങ്ങനെ പഠിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ പക്ഷികളെ? കോഴി, താറാവ്, കുരുവി, നിങ്ങളുടെ വീടുണ്ടാവും, ബേർഡ്സ്, പ്രാവൊക്കെ. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. എന്നാൽ അതിനു മുമ്പ് ഞാൻ ടീച്ചറോട് കാര്യം ചോദിക്കട്ടെ. പക്ഷികളെ പറ്റി പറയുമ്പോ നമുക്കൊരു ശാസ്ത്രജ്ഞൻ, നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രം, അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേര് നമ്മുടെ മനസ്സിൽ അപ്പൊ വരും. എന്താ ശാസ്ത്രജ്ഞന്റെ പേര്? പക്ഷി നിരീക്ഷകൻ. പക്ഷി നിരീക്ഷകൻ. ആളുടെ പേരെന്താ? സലീം അലി. സലീം അലി. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ഓർണിത്തോളജിസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ വേണ്ട പക്ഷി ശാസ്ത്രജ്ഞൻ, പക്ഷി നിരീക്ഷകനാണ്. എന്ത്? പക്ഷി ഗവേഷകൻ. എല്ലാ പേരിലും ആളറിയപ്പെടും. ആരാണ്? ഡോക്ടർ സലീം അലി. ഓക്കെ, നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഡോക്ടർ സലീം അലിനെ. പത്മഭൂഷൺ ഒക്കെ ആദരിച്ചിട്ടുള്ള വളരെ മഹത് വ്യക്തിയാണ് സലീം അലി. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ബുക്ക് ഉണ്ട്. അതെ അതെ അതെ, ഒരു പുസ്തകം, ആത്മകഥാരൂപം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതെന്താ? ആ ബുക്കിന്റെ പേരാണ് ഒരു കുരുവിയുടെ പതനം. കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ? കുരുവിയുടെ പതനം. ഒരു കുരുവിയുടെ പതനം. അതില് കഥയൊന്നും നമ്മൾ പറയണതില്ല, എന്നാലും ചെറിയൊരു കാര്യം പറഞ്ഞാലോ. ആദ്യമാണ് പക്ഷികളെ, അതായത് ഒരു ബേർഡ് ഹണ്ടർ, ഒരു പക്ഷിനെ പിടിക്കണ ഒരാള്, വേടെന്നൊക്കെ പറയില്ലേ നമ്മള്, അങ്ങനെ പക്ഷികളെ പിടിക്കണ ഒരാള്, പിന്നെ പക്ഷി ശാസ്ത്രജ്ഞനായിട്ട് മാറണ ഒരു നല്ലൊരു കഥയാണ്. അങ്ങനെയാണ് ആ കഥ തുടങ്ങുന്നത് കേട്ടാ. പിന്നെ എന്തായിട്ട് മാറും? പിടിക്കാൻ പോയിട്ട് ആ പക്ഷീനെ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഇണ വന്ന് തിരഞ്ഞു നോക്കുമ്പോ ആൾക്ക് വിഷമായിട്ട് വീണ്ടും ആള് പക്ഷി ഗവേഷകനും നിരീക്ഷകനൊക്കെ ആയിട്ട് മാറുകയാണെന്നാണ് ആ കഥയിൽ പറയുന്നത്. കിട്ടുകയാണെങ്കിൽ ആ ബുക്ക് എല്ലാവരും വായിച്ചു നോക്കണേ. അപ്പൊ എന്താ ബുക്കിന്റെ പേര് പറഞ്ഞാൽ മറക്കരുത്, ഒരു കുരുവിയുടെ പതനം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എന്ന് പറയും. ആരാണ് പക്ഷിശാസ്ത്രജ്ഞന്റെ പേര് മറക്കണ്ട? ഡോക്ടർ സലീം അലി. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നാണ് നമ്മുടെ ഡോക്ടർ സലീം അലിനെ അറിയപ്പെടുന്നത്. നമ്മളെല്ലാവരും ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ ആരാണ്? ടീച്ചറെ? ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ ഡോക്ടർ സലീം അലിയാണ്. ഡോക്ടർ സലീം അലിയാണ് നമ്മുടെ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ. അദ്ദേഹം ഇത്രയും വലിയൊരാളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം ഒന്ന് മനസ്സിൽ വെച്ചോ. നവംബർ 12 അദ്ദേഹത്തിന്റെ ജന്മദിനം. ആ ദിവസം ആളുടെ ഓർമ്മയ്ക്ക് നമ്മൾ ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് ആചരിക്കും. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ടീച്ചർക്ക് അറിയാൻ പറ്റുമോ? അത് ടീച്ചർക്ക് അറിയണ്ടോ? എന്നാ ടീച്ചർ ഒന്ന് പറഞ്ഞ. നമ്മുടെ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണ്? നമ്മള് നവംബർ 12. അതിന്റെ പ്രത്യേകത എന്താ? അദ്ദേഹത്തിന്റെ ജന്മദിനം കൂടിയാണ് കേട്ടോ. ആരുടെ? ഡോക്ടർ സലീം അലിയുടെ ജന്മദിനം കൂടിയാണ് നവംബർ 12. ആ നവംബർ 12 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? ഇന്ത്യയുടെ ദേശീയ
പക്ഷി നിരീക്ഷണ ദിനം. ശ്രദ്ധിക്കണ, പക്ഷി നിരീക്ഷണ ദിനം. ദേശീയ പക്ഷി ദിനം വേറെ ഒരെണ്ണുണ്ട്. അതേതാ ടീച്ചറെ? ജനുവരി 5. ജനുവരി 5. അപ്പൊ നമുക്ക് 2 കാര്യം പഠിച്ചു വെക്കാം. അദ്ദേഹത്തിന് ജന്മദിനം നവംബർ 12, ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. ബേർഡ്സിനെ ഒബ്സർവ് ചെയ്യണേ. ജനുവരി 5. ജനുവരി 5 എന്താണ്? ദേശീയ പക്ഷി ദിനം, നാഷണൽ ബേർഡ്സ് ഡേ എന്ന് പറയാം അല്ലെ? ഓക്കെ. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിൽ വെക്കണം. ഇത് ഡോക്ടർ സലിം അലിനെ പറ്റിയിട്ട്. അന്നെന്തായിരുന്നു? അദ്ദേഹമാണ് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള പക്ഷി ശാസ്ത്രജ്ഞൻ. പിന്നെന്ത് പറഞ്ഞോണ്ടാ? പക്ഷി ഗവേഷകൻ, നിരീക്ഷകൻ എല്ലാം അറിയപ്പെടും അദ്ദേഹത്തിന്. പിന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തെ പറ്റി പറയും നമ്മള്. ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ ഒരു ആത്മകഥാ നിരൂപണമായിട്ടൊരു പുസ്തകം ഉണ്ടായിരുന്നു. അതെന്താ ടീച്ചറെ? ഒരു കുരുവിയുടെ പതനം അല്ലെങ്കിൽ ദ ഫോൾ ഓഫ് എ സ്പാരോ. മറക്കരുത്, ചോദിക്കാറുണ്ട് കേട്ടാ. കുരുവിയുടെ പതനം നിങ്ങൾക്ക് ഇത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉപകരിക്കും. ഒരു കുരുവിയുടെ പതനം ഉറപ്പിച്ച ഡോക്ടർ സലിം അലി. പിന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനം നവംബർ 12 അതാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി നമ്മൾ ജസ്റ്റ് നമുക്ക് എക്സ്ട്രാ അറിവിന് ഇരുന്നോട്ടെ. ജനുവരി 5 ദേശീയ പക്ഷി ദിനം. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മറക്കരുത്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്താണ്? നവംബർ 12. ദേശീയ പക്ഷി ദിനം എന്നാണ്? ജനുവരി 5. ഓക്കെ. അപ്പൊ ആ ഭാഗം നമുക്ക് ക്ലിയർ ആയി. അടുത്തത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പക്ഷി സങ്കേതങ്ങളെ പറ്റിയിട്ടാണ്. ഓക്കെ, അത് പക്ഷികളൊക്കെ ചില പ്രത്യേക പക്ഷികളെ സംരക്ഷിക്കുന്നതിനായിട്ട് അല്ലെ ചില സ്ഥലങ്ങൾ നമ്മൾ പക്ഷി സങ്കേതങ്ങൾ ബേർഡ് സാങ്ച്വറി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓക്കെ, അതായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കേരളത്തിലുള്ള പക്ഷി സങ്കേതങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. ആ പക്ഷി സങ്കേതങ്ങളും അവർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും നിങ്ങൾക്ക് EVS ചോദിക്കാറുണ്ട്. അതേമാതിരി തന്നെ ഇവർക്ക് എന്ത് വരുന്നുണ്ട്, മറ്റേ പൊതുവിജ്ഞാനം ജനറൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലേ, ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ഇത് ചോദിക്കാറുണ്ട്. സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാ മക്കളും പഠിക്കണേ, പഠിച്ചോളൂ. ഒന്നും ഓപ്ഷൻ അല്ല, അതിന്റെ ഉത്തരം ചിലപ്പോൾ ചേരുമ്പോൾ ചേർക്കേ അല്ലെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് ഒരു ഓപ്ഷൻ ആയിട്ട് ചോദിച്ചാൽ വീണ്ടും സിമ്പിൾ ആണ്. തുടങ്ങാം നമുക്ക് ടീച്ചർ എന്താ വെച്ചാൽ. ഓക്കെ, ആദ്യത്തെ നമ്മുടെ പക്ഷി സങ്കേതം നമ്മൾ പറയാൻ പോകുന്നത് ചൂലന്നൂര്. ചൂലന്നൂർ പക്ഷി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലാണ് ചൂലന്നൂര്. ഈ ചൂലന്നൂരിന് ഒരു പ്രത്യേകത ഉണ്ട് ടീച്ചറെ, എന്താണ്? ചൂലന്നൂര് ഈ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന പാലക്കാടാണ്. അവിടെ എന്താ പ്രത്യേകത? അവിടെ ഒരു തരം പക്ഷി മാത്രമാണ് ഉള്ളത്. ഏത് പക്ഷിയാ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പക്ഷിയാണ്. ഏത് പക്ഷിയാ? നമ്മുടെ ഞാൻ ഒരു ക്ലൂ വേണമെങ്കിൽ പറഞ്ഞുതരാം. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് ആ പക്ഷി. ദേശീയ പക്ഷിയല്ല, നമ്മുടെ നാഷണൽ ബേർഡ് ഏതാ? നല്ല സുന്ദരൻ മയില്. ഓക്കെ, അപ്പൊ നമ്മുടെ മയിലിനെ സംരക്ഷിക്കുന്ന ആകെ കൂടി നമ്മുടെ കേരളത്തിലുള്ള ഒരേ ഒരു പക്ഷി സങ്കേതമുള്ള അത് ചൂലന്നൂരാണ്. അപ്പൊ നമ്മൾ അത് നോട്ട് ചെയ്ത് വെക്കണം. മയിലിനെ സംരക്ഷിക്കുന്ന പക്ഷി സങ്കേതം ഒരെണ്ണമുള്ളത് ഏതാ? ചൂലന്നൂർ. അത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്. ഉറപ്പായാലും മക്കളെ മറക്കില്ലല്ലോ? ഇനി ഇല്ല, മറക്കേണ്ട ആവശ്യമില്ല. ചൂലന്നൂര് കണ്ടു കഴിഞ്ഞാൽ എവിടെയാ? പാലക്കാടാണെന്ന് ഓർക്കണം. പാലക്കാട് ആരെ മാത്രം സംരക്ഷിക്കപ്പെടുന്നതാണ്? മയിലിനെ മാത്രം സംരക്ഷിക്കണം. ഓക്കെ, അപ്പൊ നോക്കിയേ, പക്ഷിപാതാളം. അത് ഏത് ജില്ലയിലാ? പക്ഷിപാതാളം എവിടെ സ്ഥിതി ചെയ്യുന്നത്? വയനാട്. അപ്പൊ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിൽ. പഠിച്ചോ കേട്ടോ, പക്ഷിപാതാളം വയനാട്. ഇങ്ങനെ തന്നെ വായിച്ചു പഠിച്ചോ, പക്ഷിപാതാളം വയനാട്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ഏതാണ് പക്ഷി സങ്കേതം? കുമരകം. കുമരകം എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. നമുക്കത് ഇങ്ങനെ ആലോചിക്കാം, കാക്കാന്ന് ആലോചിക്കാം. പക്ഷെ വേറൊരു പേരുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം, അതവിടെ ഇക്കട്ടെ. കുമരകം എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എളുപ്പമായിട്ട് പഠിക്കും. കുമരകം, കോട്ടയം. അടുത്തത് പാതിരാമണൽ. പാതിരാമണൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയുടെ പ്രത്യേകത എന്താ? നിറച്ച് പുഴകളും എല്ലാവർക്കും തന്നെ പുഴയാണ്, ചുറ്റൊക്കെ മണൽ. അങ്ങനെ ആലോചിക്കുക, ആലപ്പുഴ പുഴ മണല്. അപ്പൊ പാതിരാമണൽ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അരിപ്പ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ, അരിപ്പയ്ക്ക് വേണമെങ്കിൽ കാര്യം തിരുവനന്തപുരം വേണ്ട, അരിപ്പ തിരുവനന്തപുരം. ഇങ്ങനെ തന്നെ പഠിച്ചു പോവാ. ഓക്കെ, അത് മതി. തിരുവനന്തപുരം അരിപ്പ പറഞ്ഞത്. ഇനി അടുത്തത് 2 മനസ്സിൽ വെച്ചോ. തട്ടേക്കാട് മംഗളവനം. ഓക്കെ, തട്ടേക്കാട് പക്ഷി സങ്കേതം ഉണ്ട്, മംഗളവനം പക്ഷി സങ്കേതം ഉണ്ട്. ഇത് 2 സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ലയില. ഈ നമ്മുടെ തൃശ്ശൂർ. ഞാൻ തൃശ്ശൂരുകാരനാണ്, അതാണ് ചോദിക്കുന്നത്. തൃശ്ശൂർ ജില്ലയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ലയിലാണ്. ഏതാ ടീച്ചർ ജില്ല? എറണാകുളത്താണ് തട്ടേക്കാടും മംഗളവനം. കുളം എന്നൊക്കെ ആലോചിച്ച് വേണമെങ്കിൽ വനത്തിലാണോ കുളം ഉണ്ടാവുക? എറണാകുളം ജില്ല പഠിക്കുമ്പോ എന്താ ആലോചിക്കണം? 2 പക്ഷി സങ്കേതം അവിടെ ഉണ്ട്.
അപ്പൊ ഏതൊക്കെയാണ് പക്ഷി സങ്കേതം? തട്ടേക്കാടും മംഗളവനവും. മംഗളവനവും. അതിലേക്ക് ഒരു ടെക്നിക്ക് വേറെ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എറണാകുളം കുളം. ഈ കുളം ഉള്ളത് ഞാൻ പറയണത് വലിയ കുളമാണ്. ഇത് വനത്തില് അല്ലെങ്കിൽ കാടുകളിലാണ് കുളം ഉള്ളത്. കാട്, വനം, തട്ടേക്കാട്, മംഗളവനം ഏതാണ്? എറണാകുളം. അങ്ങനെ ആലോചിച്ചോ. അടുത്തത് കടലുണ്ടി. കടലുണ്ടി സ്ഥലം എല്ലാവർക്കും അറിയാം. കടലുണ്ടി എവിടെയാണ്? കടലുണ്ടി എന്ന് കേട്ടുന്ന കോഴിക്കോട് ആ ഭാഗത്താണ്. പക്ഷെ ഇത് കറക്റ്റ് സ്ഥിതി ചെയ്യുന്നത്, കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഫുള്ളായിട്ട് പറയുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും കൂടിയിട്ടാണ്. അപ്പൊ ഒരേ ഒരു പക്ഷി സങ്കേതം അങ്ങനെയുള്ള 2 ജില്ലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് ഇത് കടലുണ്ടി. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോട്ടാ. കടലുണ്ടി സ്ഥിതി ചെയ്യുന്ന ജില്ലകള് മലപ്പുറം, കോഴിക്കോട്. അപ്പൊ മലപ്പുറം, കോഴിക്കോട് 2 വ്യത്യസ്ത ജില്ലകളായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഒരു ഇത്രയും പക്ഷി സങ്കേതങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പക്ഷി സങ്കേതത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഇത് തന്നെ ചോദിക്കോളൂട്ടോ മക്കളെ. അപ്പൊ പക്ഷികൾക്ക് കുറെ പൊതുവായ സവിശേഷതകൾ നമ്മൾ പഠിച്ചു. ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞ ഏതൊക്കെയായിരുന്നു? പക്ഷികൾക്ക് തൂവലുകളുണ്ട്, അതൊരു പ്രത്യേകതയാണ്. പിന്നെന്താ പറയാ? പക്ഷികൾ മുട്ടയിടും. പക്ഷികൾ മുട്ടയിടും, കൂടുണ്ടാക്കും. എല്ലാവരും കൂടുണ്ടാക്കും ടീച്ചറെ? ഇല്ല. കൂടുണ്ടാക്കാത്ത ഒരു പക്ഷി ഉണ്ടല്ലോ, ഏതാത്? ഒരു ക്ലൂ വേണമെങ്കിൽ പറഞ്ഞുതരാം. കേട്ടിട്ടില്ല നിങ്ങള്? കുയില്. കുയില് പക്ഷി കൂടുണ്ടാക്കില്ല അല്ലെ? കുയിലിനെ പറ്റി നമുക്കൊന്ന് പഠിച്ചാലോ വെറുതെ കുറച്ച് കാര്യങ്ങള് അല്ലെ? കുയില്, കുയിലിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇല്ലേ? കുയിലിന്റെ പ്രത്യേകതകള്. ഒന്ന്, ഏറ്റവും മെയിൻ പ്രത്യേകത എന്താ? കുയില് സ്വന്തമായി കൂടുണ്ടാക്കില്ല. സ്വന്തമായി കൂടുണ്ടാക്കില്ല. കുയില് വേറൊരു പക്ഷിയുടെ കൂട്ടിൽ പോയി മുട്ടയിടും. മറ്റു പക്ഷികളുടെ കൂട്ടിൽ മുട്ട. മെയിൻ ആയിട്ട് കാക്കയുടെ കൂട്ടിലാണ് കുയില് മുട്ടയിടുന്നത്. അതെ, അത് മാത്രല്ല അതിന്റെ കുഞ്ഞുങ്ങൾ അത് നോക്കി അതിന്റെ കുഞ്ഞുങ്ങൾ അത് പരിപാലിക്കില്ല. ബാക്കി എല്ലാ കിളികളും മുട്ടയിട്ട് വിരിഞ്ഞ് വലുതാവണം വരെ കുട്ടികളെ നോക്കും. കണ്ടിട്ടില്ല നിങ്ങള്? നല്ല കോഴിക്കുട്ടികളെ കൊണ്ട് നടക്കുന്നത്. അത് ഏത് കൂട്ടിലായാലും കിളി. പക്ഷെ കുയിലിന്റെ പരിപാടി ഒന്നുമില്ല. മുട്ടയിടുന്നത് ഏതെങ്കിലും കിളിയുടെ കൂട്ടി. മിക്കവാറും കാക്കയുടെ ആയിരിക്കും. കാക്കയുടെ കൂട്ടിൽ മുട്ടയിടും. ആള് പാടുന്ന പാട്ട് നോക്കി പോകും. കാക്ക അതിന്റെ കുട്ടിയെ വളർത്തി കഷ്ടപ്പെട്ട് വളർത്തി ലാസ്റ്റ് സ്വന്തം കൂട്ടില്ലാന്ന് അറിഞ്ഞ് അതിനെ കൊത്തി ആട്ടണ വരെ കുയിലായിട്ടോട് പിന്നെ കുയില് പറഞ്ഞു നടക്കും. ഓക്കെ. അപ്പൊ കുയിലിന്റെ 3 പ്രത്യേകത: മുട്ടയിടുന്നില്ല, സ്വന്തമായി കൂടുണ്ടാക്കുന്നില്ല. അല്ല, മുട്ടയിടുന്നുണ്ട്, സോറി, സ്വന്തമായി കൂടുണ്ടാക്കുന്നില്ല, മുട്ടയിടുന്നത് കുഞ്ഞിനെ പരിപാലിക്കില്ല. കുയിലിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി പക്ഷികൾ തന്നെ പറക്കുന്നതുണ്ട്, പറക്കാത്തതുണ്ട്. പറക്കാത്ത പക്ഷികൾ. പറക്കുന്നത് കോമൺ നമ്മൾ കാണുന്നുണ്ട് അല്ലെ? പറക്കാത്ത പക്ഷികളെ പറ്റി ഒന്ന് പഠിക്കാം. ഏതൊക്കെയാ പറക്കാത്ത പക്ഷികള്? പറക്കാത്ത പക്ഷികൾ എന്ന് പറയുമ്പോ ഒട്ടക പക്ഷി. പിന്നെ ഞാൻ പറഞ്ഞ പറയാം എമു, പെൻഗ്വിൻ, പിന്നെ കിവി. ഇത് കോമൺ ആയിട്ടുള്ള 4 പക്ഷികൾ. ഇനി ഉണ്ട് കുറച്ച് പക്ഷികളും കൂടി ഉണ്ട്. നമുക്ക് ഇത് പഠിക്കാം. ഒട്ടക പക്ഷി ഉണ്ട്, എമു ഉണ്ട്, കിവി ഉണ്ട്, കിവി ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കോഴി പറക്കോന്നൊക്കെ ചോദിക്കരുതിട്ടാ. കോഴി പറക്കം കുറച്ച് ദൂരം പറക്കാനുണ്ടല്ലേ? ഇവര് തന്നെ തീരെ നിലത്തുനിന്ന് ചിറകടിച്ച് പൊങ്ങാൻ പറ്റാത്തതാണ്, തീരെ പറക്കാൻ പറ്റാത്ത പക്ഷികൾ കേട്ടാ. ഓക്കെ. അപ്പൊ അതിൽ ആദ്യത്തെ നമുക്ക് ആരെടുക്കാം? ഒട്ടക പക്ഷീനെ എടുക്കാം. ഒട്ടക പക്ഷീനെ പറ്റി പഠിക്കാം. എന്തൊക്കെയാണ് ഒട്ടക പക്ഷിയുടെ പ്രത്യേകത? ഒട്ടക പക്ഷിയുടെ പ്രത്യേകത എന്തൊക്കെയാ? ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടക പക്ഷി. നമ്മളെക്കാളും വൈറ്റ് സൈസ് ഒക്കെ ഉണ്ട് ഒട്ടക പക്ഷി. നല്ല വലിയ പക്ഷിയാ. പിന്നെ ഒട്ടപക്ഷിയുടെ മുട്ടയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുട്ട. അപ്പൊ ഏറ്റവും വലിയ മുട്ട ഇടുന്ന പക്ഷി ഏതാ വെച്ച് കഴിഞ്ഞാൽ ഏതാന്ന് പറയാം? ഒട്ടക പക്ഷിയാണ്. ഇനി ഒട്ടക പക്ഷിക്ക് ഒരു ടെക്നിക്ക് ഉണ്ട്. ഇത്ര വലുതാണെങ്കിലും ആണ് തിരിമണ്ടന. അതായത് മറ്റു ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പൊ ഏതെങ്കിലും ജീവിനെ കണക്ക് പേടിയായി കഴിഞ്ഞവർ എന്താ ചെയ്യുന്നറിയോ? മണ്ണിന്റെ ഉള്ളിൽ തല താത്തിട്ട് രക്ഷപ്പെടാൻ നോക്കും. അതിന്റെ വിചാരം മണ്ണിന്റെ ഉള്ളിൽ തല താത്തി കഴിഞ്ഞാൽ അതിനെ കാണില്ല. അപ്പൊ തല പൊങ്ങിക്കുന്നത് കാണില്ല. അതിന്റെ ടെക്നിക്കാട്ടാ. ശരീരം കാണാലോ. ഓക്കെ. ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. അപ്പൊ ഒട്ടകപക്ഷിയുടെ ഒരു പ്രത്യേകത നിങ്ങൾ ഇത് ആലോചിച്ചു. ഈ ടെക്നിക്ക് അതായത് ശത്രുക്കളെ കണ്ടു കഴിഞ്ഞാൽ ആൾ എന്ത് ചെയ്യും? ആളുടെ തല മണ്ണിനുള്ളിൽ താഴ്ത്തും. അപ്പൊ അതിനൊന്നും കാണില്ലല്ലോ. അങ്ങനെ ശത്രുക്കൾ രക്ഷപ്പെടാൻ തല മണ്ണിനിടയിൽ പൂത്തി വെക്കുന്ന ഒരു പക്ഷി ഏതാ? അത് ഒട്ടകപക്ഷിയാണ്. പിന്നെ ഈ ഒട്ടകപക്ഷി അത്ര നിസ്സാര കാരണം അല്ലടാ. ഒറ്റ ചവിട്ടിന് മനുഷ്യനെ വരെ കൊന്നു കളയും. ഒട്ടകപക്ഷിനെ പിടിക്കാനൊക്കെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അതിന്റെ കാലോണ്ട് ഇങ്ങനെ ഒരു ചവിട്ടും. ആ ചവിട്ട് കിട്ടി കഴിഞ്ഞാൽ ആരായാലും തീർന്നു പോകും. അത്ര വലിപ്പുണ്ടതേ. അപ്പൊ അതൊക്കെയാണ് ഒട്ടക പക്ഷിയുടെ പ്രത്യേകതകൾ. മറക്കൊന്നുമില്ല ഇവര്. നമുക്ക് ഇഷ്ടമുള്ള ഭാഗം ഒട്ടപക്ഷി നമുക്കറിയാം. അപ്പൊ ഒട്ടക പക്ഷിയുടെ കഴിഞ്ഞു. ഇനി ആരാ പറയാ? പെൻഗ്വിനെ കുറിച്ച് പറയാം. പെൻഗ്വിനെ പറ്റി പറയാം. പെൻഗ്വിൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? എല്ലാത്തിനും കാണാൻ പറ്റും അല്ലെ? കറുത്ത് വെളുത്ത് കളറിലൊക്കെ നല്ല ഭംഗി. അതിനെ കണ്ട ക്യൂട്ടാ. കടിച്ച് തിന്നാന്ന് തോന്നി ഇടയ്ക്ക് പിടിച്ചിട്ട്. നിനക്ക് തോന്നില്ല കേട്ടാ. അപ്പൊ ഈ പെൻഗ്വിന്റെ പ്രത്യേകതകൾ ഒന്ന് പറയാം. പെൻഗ്വിൻ കാണപ്പെടുന്നത് നല്ല മഞ്ഞൊക്കെ അല്ലെ തണുപ്പുറഞ്ഞ സ്ഥലങ്ങളിലാണ്. ഒരു വൻകരയാണ് ഇവരെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും. ഏതാ ടീച്ചറാ വൻകര? മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു വൻകര ഏതാ? എനിക്കറിയാം, അന്റാർട്ടിക്ക. എല്ലാവരും പഠിച്ചിട്ട് അല്ലെ? അപ്പൊ അന്റാർട്ടിക്ക വൻകരയിലാണ് പെൻഗ്വിനുകൾ കൂടുതലായി കാണപ്പെടുന്നത്. ഈ പെൻഗ്വിനുകൾക്ക് പറക്കാൻ കഴിയില്ല നമ്മൾ പറഞ്ഞു.
അതേമാതിരി ഇവർക്ക് ഒരു പ്രത്യേകത ഉള്ളത് അവര് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കുക എവിടെയാ നിങ്ങൾക്കറിയോ? പെൻഗ്വിന്റെ കാലില്ലേ, 2 കാല്, ആ കാലിന്റെ മുകളില് മുട്ട വെച്ചിട്ടാണ് കുഞ്ഞിനെ വിരിക്കുക. നടക്കണ പെൻഗിൻ. കാലിന്മേ മുട്ട വെച്ച് വിരിയിക്കുന്ന ഒരു പക്ഷിയുള്ളോ പെൻഗിൻ. ആ പെൻഗിനെ ഒരു കുറേ മുട്ട ഇടില്ല. ഒരു പെൻഗിൻ ഒരു മറ്റേ ടൈം ഒരു മുട്ട ഇടണു, ആ മുട്ട വിരിക്കണു, ആ കുട്ടീനെ കൊണ്ടുവന്ന് നോക്കി നടത്തുന്നു. ക്ലിയർ ആയല്ലോ? പെൻഗിന് പിന്നെ പ്രത്യേകത നീന്തുണ്ടോ വെള്ളത്തില് സിമ്മറ, കരയിൽ ഇങ്ങനെ പോണെന്ന് നോക്കണ്ട. വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ സ്രാവും എന്ത് പിടിക്കാൻ നോക്കിയാലും അത്ര എളുപ്പമൊന്നല്ല അതിനൊന്ന് പിടിച്ചു കിട്ടാൻ. അത്ര സ്പീഡായിട്ട് നീന്താനും പറ്റുന്ന ഒരു ജീവിയാണ്, പക്ഷിയാണ് പെൻഗിൻ. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മള് നല്ല കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു. പറക്കാൻ പറ്റുന്ന അതിൽ പക്ഷിനും പെൻഗിനും സെപ്പറേറ്റ് എടുത്തു വെച്ചു. എനിക്ക് ഈ ചാപ്റ്ററിന് ഇങ്ങനത്തെ ചോദ്യങ്ങളാട്ടാ ചോദിക്കാം. ഒരു ചോദ്യം ഞാൻ വേണേ പറഞ്ഞുതരാം. കാലുമേ മുട്ട വെച്ച് വിരിയിക്കുന്ന പക്ഷിയുടെ പേരെന്ത്? പക്ഷിയുടെ പേരെന്താ? പെൻഗിൻ. ഇനി മറക്കില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ചേരുമ്പടി ചേർക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒട്ടക പക്ഷി അതിന്റെ അപ്പുറത്തെ കള്ളിയിൽ കാണാൻ എന്താ ഉണ്ടാവുക? ഈ ശത്രുക്കളെ രക്ഷപ്പെടാൻ മണ്ണിനെ തല പൂഴ്ത്തി വെക്കുന്നു. അല്ലെങ്കിൽ ഏറ്റവും വലിയ പക്ഷി, അല്ലെങ്കിൽ പറക്കാത്ത പക്ഷി, അല്ലെങ്കിൽ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി, ഇതിനൊക്കെ ചോദിക്കാണ്ട. ഇങ്ങനത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരിക. അപ്പൊ നമുക്ക് ഇനി കൂടുതൽ പക്ഷികളെ കുറിച്ച് പഠിക്കാം. അടുത്ത നമ്മുടെ പക്ഷിയാണ് ആർട്ടിക് ടേൺ. ആ ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ പക്ഷിയുടെ? ഇതാണ് ആർട്ടിക് ടേൺ കേട്ടാ. ഈ പക്ഷിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു പ്രമുഖനാണ് ഇവൻ. ഏതിലാണ് ഇവന്റെ പ്രമുഖത? ദേശാടന പക്ഷികളിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള പക്ഷി ആരാണ്? ആർട്ടിക് ടേൺ ആണ്. ദേശാടന പക്ഷികളിൽ ഏറ്റവും പ്രമുഖൻ എന്നറിയപ്പെടുന്നത് ആർട്ടിക് ടേൺ. ദേശാടന പക്ഷി നിങ്ങൾക്ക് അറിയാലോ, എന്തിനൊക്കെ ഭക്ഷണത്തിന്, പിന്നെ മുട്ടയിട്ട് വിരിയാൻ, പ്രജനനത്തിന്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇവര് ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് പല രാജ്യം, ചിലപ്പോൾ ഒരു രാജ്യത്ത് മറ്റു രാജ്യത്തേക്കൊക്കെ ഉണ്ടാവും. അങ്ങനെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന പ്രമുഖനായിട്ടുള്ള ഒരു പക്ഷിയാണ് ഇത് നമ്മുടെ ആർട്ടിക് ടേൺ എന്ന് പറയുന്നത്. ആർട്ടിക് ടേണിന് വേറെ പ്രത്യേകത കൂടിയുണ്ട്. അതെന്താ പ്രത്യേകത? ഇവരിങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകണ്ടല്ലോ. എങ്ങനെ ഇവർക്ക് വഴി അറിയുന്നു? ആരെങ്കിലും ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പക്ഷികൾ പോണത്? അല്ലെങ്കിൽ ആരെങ്കിലും മാപ്പ് കൊണ്ട് നടക്കണം? അല്ല. ഇവരുടെ പ്രത്യേകത പറഞ്ഞാൽ കാലത്ത് ഇവര് സൂര്യൻ എവിടെയാണോ കൂരിനെ നോക്കിയിട്ട് അങ്ങോട്ട് സഞ്ചരിക്കും. രാത്രിയാകുമ്പോ സൂര്യനില്ല. രാത്രി എന്ത് ചെയ്യും? രാത്രി നക്ഷത്രക്കൂട്ടങ്ങളില്ലേ? നക്ഷത്രക്കൂട്ടങ്ങളെ നോക്കിയിട്ട് സഞ്ചരിക്കും. ഇതാണ് ആർട്ടിക് ടേൺ എന്ന പറ്റിയുടെ സഞ്ചാരത്തിന്റെ പ്രത്യേകത. അപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു. ദേശാടനത്തിൽ പ്രമുഖനാണ്, പിന്നെ പറഞ്ഞെന്താ രാവിലെ സൂര്യനെയും രാത്രി നക്ഷത്രങ്ങളെയും നോക്കി സഞ്ചരിക്കുന്ന ഒരു പക്ഷി. വേറെ പ്രത്യേകത കൂടി ഉണ്ട്. ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ദേശാടന പക്ഷി ആരാണ്? ആർട്ടിക് ടേൺ ആണ്. അതുകൊണ്ടാണ് അവരെ ദേശാടനത്തിൽ പ്രമുഖൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ആർട്ടിക് ടേൺ കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാ? താമരക്കോഴി. താമരക്കോഴി. താമരക്കോഴിയുടെ ചിത്രം തന്നെ നോക്കി നിങ്ങള്. ഒരു ജാതി എന്തോ പോലെ കാലൊക്കെ തോന്നില്ലേ? വിരലുകൾ ശ്രദ്ധിച്ചു നോക്കിയേ. കാലുകൾ തന്നെയാണ് അതിന്റെ പ്രത്യേകത. എന്താ കാലുകളുടെ പ്രത്യേകത? നല്ല നീളല്ലേ ചിത്രത്തില്? നല്ല വിരലുകള്. ഏറ്റവും നീളം കൂടിയ പക്ഷി ആരാണ്? പക്ഷിയല്ല, ഏറ്റവും നീളം കൂടിയ എന്തുള്ളത്? കാലുകളുള്ള പക്ഷി. കാലുകളുടെ വിരലുകൾക്ക് ഏറ്റവും നീളം കൂടിയ വിരലുകളുള്ള പക്ഷിയാണ് ആര്? താമരക്കോഴി. താമരക്കോഴിക്ക് താമരക്കോഴി എന്ന് വരെ പേര് വരാനുള്ള പ്രത്യേകതയുണ്ട്. അത് നല്ല കാര്യം. അതായത് ഈ നീളമുള്ള വിരല് വെച്ചിട്ട് ഇവര് വെള്ളത്തിലെ താമരയുടെ ഇലകൾ എടുക്കുന്നുണ്ടാവില്ലേ? ഈ താമരയുടെ ഇലയുടെ മുകളിൽ കൂടെ ഒരുപാട് ഓടിപ്പോകും. അങ്ങനെ താമരയുടെ ഇലകളെ കൂടെ ഓടുന്നോണ്ടാണ് ഈ പക്ഷിക്ക് എന്ത് പേര് വന്നേ? താമരക്കോഴി എന്ന് പേര് വന്നത്. എളുപ്പമല്ലേ ഓർക്കാന്? താമരക്കോഴി താമരയുടെ ഇലകളിൽ കൂടെ ഇങ്ങനെ ഓടി നടക്കുന്ന താമരക്കോഴി എന്ന് പേര് വന്നത്. വിരലുകളുടെ പ്രത്യേകത എന്താ? നല്ല നീളം കൂടിയ വിരലുകളാണ് താമരക്കോഴികൾക്കുള്ളത്. ഈ ചാപ്റ്റർ നല്ല സുഖമായിട്ടാ ടീച്ചർ. ഇങ്ങനെ ഓരോ പക്ഷിനെ കുറിച്ച് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അതിനെ ഒന്ന് കേട്ടാൽ തന്നെ മനസ്സിലാവുക. താമരക്കോഴി അറിയാം, നീളം കൂടിയ വിരലുകളുള്ള പക്ഷി താമരയുടെ ഇലകളെ കൂടെ ഓടുന്നുണ്ട് താമരക്കോഴി എന്ന് പേര്. ഇനി അടുത്ത് നമുക്കൊരു പക്ഷിയെ കുറിച്ച് പഠിക്കാം. അത് അങ്ങാടിക്കുരുവി. അത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അങ്ങാടിക്കുരുവി ഭയങ്കര ഒരു പ്രത്യേകത. അതേപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഈ താമരക്കോഴിനും ആർട്ടിക് ടേണൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ. ഒക്കെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതേപോലെ തന്നെ അങ്ങാടിക്കുരുവി ഇമ്പോർട്ടന്റ്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങാടിക്കുരുവി പക്ഷികൾക്ക് എന്തുണ്ട്? അവർക്ക് വംശനാശ ഭീഷണി നേരിടുന്ന, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പക്ഷിയാണ് അങ്ങാടിക്കുരുവി. കണ്ടോ ചിത്രത്തില്? കുഞ്ഞൊരു കുരുവിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ കണ്ടിട്ടുണ്ടാവും. എല്ലാവരുടെ അവിടെ ഉള്ള സാധനം അങ്ങാടിക്കുരുവി അല്ലെ? അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത ചെയ്താ പാലക്കാട് ഒരു ന്യൂസ് വന്ന് നിങ്ങളുടെ ബുക്കിലുണ്ടത്. അതായത് അവിടുത്തെ വന്യജീവി വകുപ്പ്, വനസംരക്ഷണ വകുപ്പ് ഒരു പദ്ധതി ആരംഭിച്ചു ഈ അങ്ങാടിക്കുരുവിനെ സംരക്ഷിക്കാൻ വേണ്ടിട്ട്. ആ പദ്ധതിയുടെ പേരെന്താ? കുരുവിക്കൊരു കൂട്. ഓക്കെ, കുരുവിക്കൊരു കൂട് എന്നൊരു പദ്ധതി ഉപയോഗിച്ചുകൊണ്ട്
ഏത് പക്ഷികളുടെ അല്ലെങ്കിൽ അങ്ങാടിക്കുരുവി എന്ന പക്ഷികൾക്കായിട്ട് കുരുവിക്കൊരു കൂട് എന്ന പദ്ധതി വനംവകുപ്പ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതാണ് അങ്ങാടിക്കുരുവി പക്ഷികൾക്കാണ് ചെയ്തത്. ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? പാലക്കാട് ജില്ലയിൽ. അപ്പൊ ഇങ്ങനെ ചോദ്യം വരാൻ നിങ്ങൾക്ക്, അങ്ങാടിക്കുരുവിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് ജില്ല ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? എന്താണ്? കുരുവിക്കൊരു കൂട് അല്ലെങ്കിൽ കുരുവിക്കൊരു കൂട് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പക്ഷികളുടെ പേരെന്താണ്? അല്ലെങ്കിൽ ഏത് പക്ഷിക്ക് വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ കുരുവിക്കൊരു കൂട് പദ്ധതി ആരംഭിച്ച ജില്ല, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ മനസ്സിൽ വെച്ചോ, അങ്ങാടിക്കുരുവി പാലക്കാട് വന്യജീവി സംരക്ഷണ വകുപ്പ് വംശനാശത്തിന് വേണ്ടി ചെയ്തതാണ് എന്ത്? കുരുവിക്കൊരു കൂട്. അങ്ങാടിക്കുരുവി കുരുവിക്കൊരു കൂട്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അതിന് മറക്കല്ലോ ടീച്ചറെ. അപ്പൊ ആ ഭാഗം ക്ലിയർ ആയി. പിന്നെ ഒരു പക്ഷിയെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതാ? ഹമ്മിങ് ബേർഡ്. ഹമ്മിങ് ബേർഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ ഈ പൂക്കളിലൊക്കെ വന്നിട്ട് തേൻ കുടിക്കാൻ ഇങ്ങനെ വളഞ്ഞ കൊമ്പള ചിത്രം നോക്കി. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ലോകത്തിൽ നമ്മളെല്ലാവരും കാണുന്നതാട്ടോ, നമ്മുടെ വീട്ടിലെ ചെമ്പരത്തി എല്ലാ പൂവിലും വന്ന് തേൻ കുടിക്കാൻ വരുന്നത്. ലോകത്തില് ഒരു ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ നമ്മളെ ചിത്രത്തിൽ ബട്ടർഫ്ലൈ ആണെന്നവരടക്കം തെറ്റിദ്ധരിക്കും. അത്ര ചെറുതാ. വീട്ടിലെ ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷിയാണ് എന്ത്? ഹമ്മിങ് ബേർഡ്. അപ്പൊ അത് ഒരു മാർക്കില്ല. ലോകത്തെ ഏറ്റവും ചെറിയ പക്ഷിയാണ് ഹമ്മിങ് ബേർഡ്. ഹമ്മിങ് ബേർഡ് വേറൊരു വലിയ പ്രത്യേകത, അല്ലെങ്കിൽ ഒരു കിളികൾക്കില്ലാത്ത ഏറ്റവും വലിയ പ്രത്യേകത ഹമ്മിങ് ബേർഡ് എന്താണെന്നറിയോ? മുന്നോട്ടും പിന്നോട്ടും പറക്കാൻ പറ്റും. അതേപോലെ ഇങ്ങനെ ചിലപ്പോ ചിറകടിച്ച് ഇങ്ങനെ എന്നെങ്ങാണ്ട് ഇത് പൂന്ന് തേങ്ങ കുടിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൊക്ക് ഇങ്ങനെ അതിന്റെ ഉള്ളിൽ ഇറക്കിയിട്ട് വളഞ്ഞ കൊക്കാട്ട അതിന്റെ ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കും. ചിറകടിച്ചത് ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാനുള്ള കഴിവായിട്ടുണ്ട്, മുന്നിക്കും പിന്നിക്കുമായിട്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ആരുടെ പ്രത്യേകത? ഹമ്മിങ് ബേർഡ് എന്ന കിളിയുടെ പ്രത്യേകത. ഹമ്മിങ് ബേർഡ് നമ്മൾ പറഞ്ഞ ചെമ്പത്തിന്ന് പൂക്കളൊക്കെ തേൻ കുടിക്കുന്നു ഇങ്ങനെ കൊക്ക് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മുടെ അവിടെ ഇതിന് അറിയപ്പെടുന്ന പേരെന്താ? എന്ത് പേരിൽ അറിയപ്പെടാ? തേൻകുരുവി. തേൻകുരുവി എന്നാണ് അറിയപ്പെടാം. കാരണം നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നത് ഹമ്മിങ് ബേർഡ് എന്നായിരിക്കില്ല, തേൻകുരുവി എന്നായിരിക്കും. ഇത്ര ആവശ്യമില്ല. അത് പൂക്കളൊക്കെ തേൻ കുടിക്കുന്ന ശാലപത്തമ്മരി. അപ്പൊ ഈ ഹമ്മിങ് ബേർഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് തേൻകുരുവി. ഓക്കെ, അപ്പൊ അത് കുഴപ്പമില്ല, സിമ്പിൾ ആണ് അല്ലെ. ഇനി അടുത്ത കിളിയെ പറ്റി പഠിക്കാം. അടുത്ത ഏത് പക്ഷി ടീച്ചറെ പഠിക്കുമ്പോൾ നമ്മള് വീവർ പക്ഷി. പേരെ കേൾക്കുമ്പോ വീവർ എന്നൊന്നും കേട്ട് ഞെട്ടൊന്നും വേണ്ട, നമ്മളൊക്കെ കണ്ടിട്ടുള്ള സാധനം തന്നെ. എന്നിട്ട് വിളിക്കാൻ നമ്മുടെ അവിടെ ഒരു പേര് തൂക്കണാങ്കുരുവി. തൂക്കണാങ്കുരുവി. ഞാൻ തൂക്കണാങ്കുരുവിയുടെ കൂടോട് കുറെ ഇട്ടിട്ടുണ്ട് പണ്ട് തെങ്ങിന്റെ ഓലയമ്മ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് തൂക്കണാങ്കുരുവി കണ്ടേ നിങ്ങള്? ഇങ്ങനെ ഒരു കൂട്, വലിയൊരു കൂടുണ്ടാക്കിയിട്ടുള്ളത്. ഒന്നും നല്ലാട്ട ടീച്ചറെ, മരത്തുമ്പോ ഞാൻ കുറെ ഉണ്ടാവും, കുറെ കൂടുണ്ടാവും. അവര് കൊറേ കിളികളെല്ലാം കൂട്ടം കൂടിയ താമസിക്കുക. ഒരു 100-100 കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുക. അതാണ് അവരെ ഒരു പ്രത്യേകത മക്കളെ. നമ്മുടെ വീട്ടിലെ പറമ്പിലൊക്കെ കണ്ടിണ്ടാവും ഒരുമിച്ച് കൊറേ കിളികൾ ഒരുമിച്ച്. ചിത്രത്തിൽ കാണുന്നുണ്ട് തൂക്കണാങ്കുരുവി. തൂക്കണാങ്കുരുവി അല്ലെങ്കിൽ വീവർ പക്ഷി. ഇത് കൂട്ടായിട്ടാണ് താമസിക്കുക, 100ഓളം കുടുംബങ്ങൾ താമസിക്കുക. അതാണ് ഒരു പ്രത്യേകത. പിന്നെ ഒരു കൂടിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ കൂടുണ്ടാക്കുന്നത്? എങ്ങനെയാ നിങ്ങൾക്ക് അറിയോ? കളിമണ്ണും ഇലകളും പച്ചിലകൾ, കളിമണ്ണ് ഇലകളൊക്കെ കൂടി മിക്സ് ചെയ്ത് നമ്മള് മനുഷ്യർ വീടുണ്ടാക്കണ മാതിരി, അങ്ങനെയല്ല എന്നാലും കളിമണ്ണൊക്കെ ഉപയോഗിച്ചൊരു പക്ഷി കൂടുണ്ടാക്കാതെ കേട്ടിട്ട് നിങ്ങള്. അങ്ങനത്തെ ഒരു കൂടാണ് ആരുണ്ടാക്കുക? വീവർ പക്ഷി, തൂക്കണാങ്കുരുവി ഉണ്ടാക്കണത്. അത് മാത്രല്ല ഈ കൂടിന്റെ വലിയൊരു പ്രത്യേകത ഉണ്ട്. പെട്ടെന്നൊന്നും കേടായി പോവില്ല. കളിമണ്ണും ഇലകളും വെച്ചല്ലേ ഉണ്ടാക്കണത്. അപ്പൊ അത് പെട്ടെന്നൊന്നും കേടാവില്ല, ദീർഘകാലം ഈ കൂട് ഇലകളും കളിമണ്ണും ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നു. പിന്നെ 100 അല്ലെങ്കിൽ അതിന് മേലെ കുടുംബാംഗങ്ങളായിട്ടാണ് അവര് താമസിക്കുക. കൂട്ടം കൂടി താമസിക്കുന്ന പക്ഷിയാണ് നമ്മുടെ വീവർ പക്ഷി. പിന്നെ ഒരു പ്രത്യേകത പറഞ്ഞത് ഈ കൂട് ദീർഘകാലം നിലനിൽക്കും. അതായത് പെട്ടെന്ന് ഇപ്പൊ മുട്ടയിട്ട് ഇവര് പോയി കഴിഞ്ഞാലൊന്നും കൂട് കേടായി പോകുന്നില്ല. അങ്ങനെ വലിയ കാറ്റത്ത് വീട് ഒന്നും ഉണ്ടാവില്ല. അത് അവിടെ ഞങ്ങൾ നോലയമ്മലൊക്കെ തൂങ്ങിക്കാണെങ്കിൽ എത്ര നാള് വേണമെങ്കിൽ നിൽക്കും. അതെ, അതിന് കാരണം എന്താ? കളിമണ്ണ് നല്ല ഉറപ്പല്ലേ? നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ വീടുകളൊക്കെ ഉണ്ടാക്കിയിരുന്നത് കളിമണ്ണ് കൊണ്ടാന്ന് പഠിച്ചിട്ടില്ലേ നിങ്ങള്? പണ്ട് ഞങ്ങള് ഈ തെങ്ങിന്റെ പോലെ ഉണ്ടായിരുന്നത് കിളി മുട്ടയിട്ട് കഴിഞ്ഞ് പോകുമല്ലോ. അപ്പൊ ആ കൂട് ഉപേക്ഷിച്ച് ഇവര് പോകുമ്പോ ആ കൂട് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് വീട്ടിൽ തൂക്കിടും. എത്ര നാളെ നിൽക്കാന്നുള്ള വീട്ടിൽ ആ കൂട്. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടാ. നമ്മള് വീവർ പക്ഷിനെ പഠിച്ചു. അടുത്തത് നമുക്ക് ആരെ പഠിക്കാം? മറ്റേ മൂങ്ങ. അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ മൂങ്ങ? നോക്കിയേ, മൂങ്ങയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് മക്കളെ. ഏറ്റവും വലിയ പ്രത്യേകത ഒന്നാമത്തെ ദിവസം ബാക്കി കളികളെ പോലെ മൂങ്ങ നമ്മുടെ പരിധിമാരാ ഇരപിടിയന്മാരാ. ഇത് അവര് പച്ചക്കറി ഫ്രൂട്ട്സ് എന്നല്ല മെയിൻ ആയിട്ട് ഇരപിടിയന്മാര്. മറ്റു പക്ഷികളെ പിടിക്കും, പൂന്തിനെ പിടിക്കും, തവള കോഴി എല്ലാത്തിനും പിടിക്കും. പക്ഷെ ഈ പരുന്തൊക്കെ രാവിലെ ഒന്ന് പിടിക്കാന്ന് വെച്ചാൽ മൂങ്ങ എപ്പോഴാ പിടിക്കുക? അത് മാത്രല്ല, അതാണ് മറ്റൊരു പ്രത്യേകത, രാത്രിയിൽ ഇര പിടിക്കും. രാത്രിയിലാണ് ഇവര് വരിക, മനസ്സിലല്ലേ? കാരണം കാലത്ത് കണ്ണുകളിൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ മൃഗശാലൊക്കെ നമ്മുടെ വീടിന്റെ അവിടെ വെള്ളിമൂങ്ങ അതൊക്കെ ടിവിയിലൊക്കെ കണ്ടിട്ടില്ലേ? കണ്ണു കാണുന്നില്ല രാവിലെ ഒന്നും. രാത്രിയാണ് ഇവര് പുറത്തിറങ്ങുക. അപ്പൊ രാത്രിയാണ് ഇവര് ഇര പിടിക്കുക. അത് അടുത്ത പക്ഷി ഇരപിടിയന്മാരാണ്.
രാത്രിയാണ് ഇവരുടെ സഞ്ചാരം. രാത്രി മാത്രമാണ് ഇവർക്ക് കണ്ണ് കാണാൻ പറ്റുള്ളൂ. മെയിൻ അതൊരു ചോദ്യം പ്രതീക്ഷിക്കാട്ടാ. രണ്ടു മൂന്ന് ഓപ്ഷൻ തന്നിട്ട് രാത്രി കണ്ണ് കാണുന്ന കിളി അല്ലെങ്കിൽ പക്ഷി മാത്രം കാഴ്ചയുള്ള പക്ഷി അല്ലെങ്കിൽ കണ്ണ് കാണുന്ന പക്ഷി ചോദിച്ചു കഴിഞ്ഞാൽ സംശയം നമ്മൾ മൂങ്ങയാണ് നമ്മുടെ അതിന്റെ ഉത്തരം. അതിന് അടുത്തൊരു പ്രത്യേകത കൂടി ഉണ്ട്, അത് മാഷിനെ പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് വേറെ പരന്ന മുഖമാണ് ഇവർക്ക്. മറ്റു കിളികളൊക്കെ കൂർത്ത മുഖമല്ല, ഇങ്ങനെ ഇതിന്റെ മുഖം ഇങ്ങനെ മനുഷ്യ പരന്ന മുഖമാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് അതേ ഫോട്ടോ നോക്കി ഇത് കാണാൻ പറ്റും. പരന്ന മുഖമാണ്, അതേമാതിരി കുഞ്ഞു കൊക്ക. അതെ, വലിയ കൊക്ക എന്നല്ല, കുഞ്ഞു കാലോണ്ടാണ് ഇവര് മെയിനായിട്ട്. ഇപ്പൊ എലീനൊക്കെ ഒന്ന് പിടിക്കുന്നതാണോ, കാലോണ്ട് ഒന്ന് പിടിച്ചിട്ട് പോകും രാത്രി. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊന്നല്ല, നമ്മളെ ഞെട്ടിച്ച് കളയുന്ന പ്രത്യേകത ടീച്ചറെ. അതിന്റെ കഴുത്ത് ശ്രദ്ധിച്ചില്ലേ നിങ്ങള്? അതിന്റെ കഴുത്ത് എങ്ങനെയാ മാത്രമുള്ള പ്രത്യേകത മാഷ് പറയും. അതായത് കോഴി, എനിക്ക് എന്റെ കഴുത്ത് നോക്കി ഞാൻ അവിടെ നിന്നിട്ട് എനിക്ക് അത്ര തിരിക്കാൻ പറ്റും, ഇത്ര മാക്സിമം ഇത്ര. ഇനി കോഴീനൊക്കെ നിങ്ങളുണ്ടോ, കോഴി ഇവിടുന്ന് ബാക്ക് വരെ തിരിക്കും. എങ്ങനെ? ഇതാണ് കോഴിയുടെ കൊക്ക് എന്ന് വിചാരിക്കട്ടെ, അത് റബ്ബർ ബാൻഡ്. ഇത് ഇത്രയും തിരിയും, ബാക്ക് വരെ തിരിയും, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരും. എന്നാ മൂങ്ങ എങ്ങനെയാണെന്നറിയോ? മൂങ്ങ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ തിരിഞ്ഞ് ഇതിങ്ങനെ വന്ന് ഇവിടെ വരാതെ ഒരു പൂർണ്ണ വൃത്തത്തില് അതിന് തല തിരിക്കാൻ പറ്റും. ഫുൾ റൗണ്ടില് കഴുത്ത് തിരിക്കാൻ പറ്റുന്ന, തല തിരിക്കാൻ പറ്റുന്ന ഒരേ ഒരു പക്ഷിയുള്ളത് ആരാ? നമ്മുടെ മൂങ്ങ. നമ്മുടെ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ മൂങ്ങനെ കണ്ടപ്പോ അറിയാം മൂങ്ങ എങ്ങനെ തിരിഞ്ഞോ ഇങ്ങനെ നോക്കും. രാത്രി നമ്മളെ മനുഷ്യരൊക്കെ തിരിച്ച് നമ്മള് പ്രേതാന്ന് വിചാരിക്കില്ലേ, അതേപോലെയാണ് മൂങ്ങയുടെ കഴുത്തിന്റെ പ്രത്യേകത കേട്ടാ. ഓക്കെ, അപ്പൊ അതാണ് മൂങ്ങയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കഴുത്ത് ഫുൾ അല്ലെങ്കിൽ ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ തിരിക്കാൻ പറ്റുന്ന ഒരു പക്ഷികളോ മൂങ്ങ അല്ലെങ്കിൽ ഓളെന്ന് പറയും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് സിമ്പിൾ അല്ലേ ടീച്ചറെ? ഏതൊക്കെ ഒന്ന് വെറുതെ പറയണം. കഴുത്ത് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും, രാത്രിയിൽ മാത്രമേ കണ്ണു കാണാൻ പറ്റുള്ളൂ, രാത്രിയിൽ ഇര പിടിക്കുന്ന പക്ഷിയാണ്, പരന്ന മുഖാണ്, ചെറിയ കൊക്കാണ്. ഓക്കെ, അത്രയൊക്കെയാണ് മൂങ്ങനെ പറ്റി പറയാനുണ്ടോ. ഇനി അടുത്ത പക്ഷി അല്ലെങ്കിൽ അടുത്തൊരു ആളെ കുറിച്ച് പഠിക്കണ്ട, ഒരു പ്രത്യേകത ആളാണ്. ആളെ നിങ്ങളൊന്ന് നോക്കിയേ. കണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ട് ഈ പക്ഷിനെ? പറയാൻ പറ്റില്ല കേട്ടാ. ആൽമരത്തുമൊക്കെ തൂങ്ങിയിറങ്ങി ആ വവ്വാല്, അതന്നെ സാധനം നമ്മുടെ നാട്ടിലേക്കുള്ള വവ്വാല്, ഇങ്ങനെ ഒരു കുറുക്കന്റെ ഒക്കെ മുഖം അല്ലെങ്കിൽ ഡീപ്പിലൊക്കെ തോന്നുന്ന സാധനം. അതെ, ആൽമരത്തുമ്പിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കറുത്ത കവറുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. അതാണ് വവ്വാല്. ഇവരെപ്പോഴും നമ്മൾ പറക്കണത് കാണാൻ പറ്റാ, രാത്രിയാണ് കാണാൻ പറ്റും. സമയത്തൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാം, മരത്തിന്റെ മുകളിൽ തല താഴേക്ക് ആക്കിയിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഇനി വവ്വാല് ഞങ്ങൾ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട്, എന്നാലും ഒരു പ്രത്യേകത, നമ്മൾ പക്ഷികളെ പറ്റിയാണ് പഠിക്കുന്നത്. വവ്വാല് ഒരു പക്ഷിയല്ല മക്കളെ, വവ്വാല് പക്ഷിയല്ല കേട്ടാ. വവ്വാല് ആരാ? സസ്തനിയാണ്. സസ്തനി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് മനുഷ്യരെ പോലെ മനുഷ്യര് സസ്തനികളാണ്, പശു സസ്തനിയാണ്, അല്ലെങ്കിൽ ജീവികൾ സസ്തനികളാണ്. നമ്മുടെ നാനി പറഞ്ഞത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പ്രസവിച്ച് പാല് വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വവ്വാൽ ഒരു സസ്തനിയാണ്, അതൊരു പക്ഷിയല്ല. നമുക്കറിയാം ചരകമൊന്നും ശ്രദ്ധിച്ചു നോക്കിയാൽ തൂവലൊന്നും ഇല്ല. അത് പക്ഷിമാര് കൊക്കോ അങ്ങനെ വല്ല സാധനങ്ങളൊക്കെ ഉണ്ട്, ഒന്നുമില്ല. അതൊരു ശ്രദ്ധിച്ചു നോക്കിയ ഒരു കുറുക്കൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു എലീനൊക്കെ പോലെ തോന്നും കിടക്കൊക്കെ അല്ലെ. അപ്പൊ വവ്വാൽ ഒരു ശ്രദ്ധിച്ചു വെച്ചാൽ പറക്കുന്ന സസ്തനിയാണ്. ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ള ചോദ്യം. എന്താ ഒരു പറക്കുന്ന സസ്തനിയുടെ പേര്? അല്ല അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നൊക്കെ ചോദ്യം കാണാം. കൂട്ടത്തിൽ പെടാത്തത് ഇപ്പൊ കുറെ പക്ഷികൾ വന്നു. അപ്പൊ ഏതൊക്കെ പറയാം? കോഴി, പക്ഷി, താറാവ്, പരുന്ത്, മയില്, ഇതൊക്കെ തന്നിട്ടുണ്ട്. ഇതിന്റെ അപ്പൊ വവ്വാലുണ്ടെന്ന് വിചാരിച്ചോ പക്ഷികൾ? അപ്പൊ ആരാ ഉത്തരം? വവ്വാല്. വവ്വാല് കാരണം എന്താ? വവ്വാല് പക്ഷിയല്ല, പറക്കുന്ന സസ്തനിയാണ്. ആകെ കൂടി പറക്കുന്ന സസ്തനി വവ്വാലിനുള്ളൂട്ടാ. നമ്മളെ സസ്തനികളാണ്, എല്ലാ സസ്തനികളും പറക്കാൻ പറ്റില്ല. അവര് കരയെ കൂടെ നടന്നിട്ട് അല്ലെങ്കിൽ നീന്തിയൊക്കെ പോകണവരാണ് സസ്തനികൾ. അതിൽ പറക്കുന്ന സസ്തനിയാണ് ആര്? വവ്വാല്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് അറിവിന് നമുക്ക് ഒരു കാര്യം കൂടി പറയാം. വവ്വാലുണ്ടല്ലോ മക്കളെ, രാത്രി കണ്ണ് കാണുന്നു വിചാരിക്കരുതിട്ടാ. ഇവർക്ക് രാവിലെയും കണ്ണ് കാണില്ല, രാത്രി കണ്ണ് കാണില്ല. അവരെന്തിന്റെ സഹായത്തോടുകൂടി ദിശ അല്ലെങ്കിൽ സഞ്ചരിക്കാനുള്ള അറിയാ? അവര് ഒരു ശബ്ദം പുറപ്പെടുവിക്കും പറക്കുമ്പോഴേ. നമുക്ക് കേൾക്കാത്തത് വെച്ചാൽ നമുക്ക് കേൾക്കാനൊക്കെ ഹൈബി സൗണ്ട് ആകാം, അത് അതിലും ഉച്ചതയിലുള്ള സൗണ്ടാണ് അവർ പുറപ്പെടുവിക്കുന്നത്. അപ്പൊ നമ്മുടെ ചെവിക്കത് കേൾക്കാൻ പറ്റില്ല. അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയും. ഈ അൾട്രാസോണിക് സൗണ്ട് അത് പുറപ്പെടുവിച്ചിട്ടാ പോകും. അപ്പൊ പോണ ഒരിക്കലും മരം ഉണ്ടെങ്കിൽ മരത്തും ഈ സൗണ്ട് തട്ടിട്ട് തിരിച്ചു പോവാൻ ചെവിക്കെത്തും. അപ്പൊ വവ്വാലിന് എന്ത് മനസ്സിലായി? എന്റെ മുന്നിൽ എന്തോ ഒരു തടസ്സം ഉണ്ട്. വവ്വാല് ഇങ്ങനെ പുറത്ത് ഒന്ന് ദിശ മാറ്റി വേറെ സൈഡിൽ കൂടെ പോകും. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് അവർ സഞ്ചരിക്കാത്ത മക്കളെ. സ്മെൽ മണത്തിട്ടും ഇങ്ങനെ ഈ സൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇവരുടെ സഞ്ചാരം. ക്ലിയർ ആയല്ലോ? വവ്വാലിന് കണ്ണ് കാണുകയില്ല, വെറുതെ എക്സ്ട്രാ അതിന് പറഞ്ഞതാ. നിങ്ങൾക്ക് അൾട്രാസോണിക്കൊന്നും ചിലപ്പോൾ ചോദിക്കില്ല, എന്നാലും മനസ്സിൽ വെച്ചോട്ടാ. അപ്പൊ ഈ പറഞ്ഞ നമ്മളിപ്പോ ഈ ശാസ്ത്രം ആദ്യം പറഞ്ഞില്ലേ അല്ലെ? അതെ, പക്ഷികളുടെ കൗതുക ലോകം നമ്മളിപ്പോ
ഒരുവിധം എല്ലാ പക്ഷികളും എല്ലാം പറഞ്ഞു പഠിച്ചു കഴിഞ്ഞു നമ്മള്. നമ്മൾ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതും ഒക്കെ വെച്ചിട്ട് തന്നെ പറഞ്ഞു, ഇതും തന്നെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ ചാപ്റ്ററും അതേപോലെ തൊട്ട് മുമ്പത്തെ അനുകൂലനം അനുകൂലനങ്ങൾ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ടെൻഷൻ അടിക്കണമെന്നില്ല, അത് നമ്മൾ പഠിച്ചു ഇതും പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയി. ഏകദേശം രണ്ടും പോലെ തന്നെ അല്ലേ. ഇത് പ്രത്യേകതകളോ നേരെ അനുകൂലങ്ങളോ ജീവിക്കാൻ സഹായിക്കുന്ന അഡാപ്റ്റേഷൻ ആ ഒരു അനുകൂല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നു. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ചില ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട്. എന്നാലും ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ കിട്ടുണ്ടാ, ടെൻഷൻ അടിക്കാനൊന്നുമില്ല. അപ്പൊ ഇത്രയുള്ള ഈ ചാപ്റ്ററിൽ എല്ലാവരും നല്ല കുട്ടികളായിട്ട് പഠിക്കാട്ടാ. പഠിക്കാട്ടാ. അപ്പൊ ഓക്കെ, ബൈ ബൈ, ശരി.